പ്രസവത്തിന് ശേഷം അഥവാ ഗർഭിണിയായിരിക്കുമ്പോൾ സ്ത്രീകൾ പലപ്പോഴും പുറത്ത് പറയാൻ മടിക്കുന്ന ഒരവസ്ഥയാണ് മലബന്ധം. അതുപോലെ തന്നെ മലം പോകുമ്പോൾ ഉണ്ടാകുന്ന ശക്തമായിട്ടുള്ള വേദന. അതല്ലെങ്കിൽ പിന്നെ മലം പോകുമ്പോൾ രക്തം തുള്ളി തുള്ളിയായിട്ട് ഇറ്റി വരുന്ന അവസ്ഥ. അതുപോലെ തന്നെ കത്തി അരിയുന്ന പോലെയുള്ള പുകച്ചിൽ, വേദന. ചിലപ്പോൾ പസ് ചലം പോലെ വെള്ള കളറുള്ള ദ്രാവകം വരുന്ന അവസ്ഥ. നമ്മളിന്ന് സംസാരിക്കുന്നത് പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല എന്നീ 3 രോഗത്തെക്കുറിച്ചാണ്. ഞാൻ ഡോക്ടർ ഫാലിഹ അസ്ലം, മെഡിക്കെയർ ഹോമിയോപ്പതി, വാണിയമ്പലം. പലപ്പോഴും സ്ത്രീകൾ ഒ പിയിൽ വരുമ്പോൾ ഇത് പറയാനായിട്ട് മടിക്കാറുണ്ട്. വളരെ ലജ്ജയോട് കൂടിയാണ് ഇവരിത് പറയാൻ മടിയാണ് ഡോക്ടറെ, ഇത് നമ്മൾ ഗർഭിണിയാവുമ്പോൾ മുതൽ അനുഭവിക്കുന്ന ഒരവസ്ഥയാണ്. ഭയങ്കര ശക്തമായിട്ടുള്ള മലബന്ധമായിരുന്നു ആദ്യം. ഇത് കുറേ സമയം അത് കാരണം ടോയ്ലറ്റിൽ ഇരിക്കേണ്ട അവസ്ഥ വരാറുണ്ട്. അത് പിന്നെ തടിപ്പായി, പിന്നെ വേദനയായി, പുകച്ചിലായി, ബ്ലീഡിംഗ് ആയി, അങ്ങേയറ്റം എത്തി നിൽക്കുന്ന അവസ്ഥയിലായിരിക്കും അവർ ഒ പിയിൽ വന്ന് ഇത് ചികിത്സിക്കാനും മറ്റും തയ്യാറാവുക. നമുക്ക് പൈൽസ് എന്താ, ഫിഷർ എന്താ, ഫിസ്റ്റുല എന്താ നമുക്ക് വേർതിരിച്ചൊന്ന് മനസ്സിലാക്കിയാലോ. പൈൽസ് എന്ന് പറയുന്നത് മലദ്വാരത്തിലുണ്ടാവുന്ന ഒരു തടിപ്പാവാം. പലപ്പോഴും ഈ തടിപ്പ് പുറത്ത് കാണണമെന്നില്ല. ഇതിന് 4 സ്റ്റേജസ് ഉണ്ട്. ഈ പൈൽസിൻ്റെ 4 സ്റ്റേജസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ സ്റ്റേജിൽ, അതായത് തുടക്കത്തിൽ ചിലപ്പോൾ മലദ്വാരത്തിന് പുറത്ത് തടിപ്പൊന്നും ഉണ്ടാവണമെന്നില്ല. ഒന്നാമത്തെ സ്റ്റേജിൽ പലപ്പോഴും ശക്തമായിട്ടുള്ള വേദനയോ മലബന്ധമോ മാത്രമായിരിക്കാം. ചിലപ്പോൾ മലം പോയി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന രക്തം തുള്ളിത്തുള്ളിയായി ഇറ്റിരിക്കുന്ന അവസ്ഥ. ഈ രണ്ടാമത്തെ സ്റ്റേജ് നോക്കുകയാണെങ്കിൽ മലം പോകുമ്പോൾ ഈ തടിപ്പ് പുറത്തേക്ക് വരും. അത് തിരിച്ച് മലശോധനയ്ക്ക് ശേഷം തനിയെ ഉള്ളിലേക്ക് കയറി പോകുന്ന അവസ്ഥയാണ്. ഇനി മൂന്നാമത്തെ സ്റ്റേജ് നോക്കുകയാണെങ്കിൽ മലത്തോടൊപ്പം ഈ തള്ളി വന്ന പൈൽസ് പലപ്പോഴും നമ്മൾ മലശോധനയ്ക്ക് ശേഷം ഉള്ളിലേക്ക് തള്ളി കയറ്റുകയാണെങ്കിൽ അത് തിരികെ ഉള്ളിലേക്ക് കയറിപ്പോകും, തന്നെ കയറി പോകാത്ത അവസ്ഥ. ഈ നാലാമത്തെ സ്റ്റേജ് നോക്കുകയാണെങ്കിൽ സ്ഥിരമായിട്ട് ഈ തടിപ്പ് പുറത്ത് നിൽക്കുന്ന അവസ്ഥയാണ്. പിന്നെ ഇത് അൺട്രീറ്റഡ് ആയി നിൽക്കുന്ന സ്റ്റേജിൽ പലപ്പോഴും അവിടെ വിണ്ട് കീറലും പൈൽസിനോട് അനുബന്ധിച്ച് തന്നെ ഈ വിണ്ട് കീറുന്ന ഈ അവസ്ഥയാണ് ഫിഷർ എന്ന് പറയുന്നത്. ഈ ഫിഷറും പൈൽസിനോടും രണ്ടും ഒരുമിച്ചും കാണാറുണ്ട്. ഇനി ഫിസ്റ്റുല എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഇതൊരു ചാനൽ പോലെ ഒരു കണക്ഷൻ ആയിട്ടാണ് ഇത് വരിക. ഇതുള്ളിൽ നിന്നും പഴുപ്പ് പുറത്ത് മലദ്വാരത്തിന് പുറത്തൊരു ദ്വാരം കാണാം. ആ ദ്വാരത്തിലൂടെ പഴുപ്പ് പുറത്തേക്ക് വരുന്ന അവസ്ഥയാണ്. പലപ്പോഴും വെള്ള കളറിലുള്ള ദ്രാവകം പുറത്തേക്ക് വരും. അതിനോടൊപ്പം തന്നെ അതിശക്തമായിട്ടുള്ള വേദന ഉണ്ടാകും. ഇത് സഹിക്കാവുന്നതിലേറെ വേദനയായിരിക്കും. ഒരുപക്ഷെ നമ്മൾ തുടക്കത്തിൽ തന്നെ, അതായത് മലബന്ധം എന്ന ഒരു സ്റ്റേജിൽ തന്നെ നമ്മളിത് ചികിത്സിക്കുകയായിരുന്നെങ്കിൽ നമുക്കിതൊരു പരിധി വരെ നിയന്ത്രിക്കാൻ പറ്റുമായിരുന്നു. പൈൽസ് എന്ന് പറയുകയാണെങ്കിൽ ഇന്ന് പണ്ട് 50 വയസ്സിന് മുകളിലുള്ള ആൾക്കാരിലാണ് ഇത് കൂടുതലായിട്ട് കണ്ടിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഇന്ന് വളരെ കോമൺ ആയിട്ട് കുട്ടികളിലടക്കം കാണുന്ന ഒരു അവസ്ഥയായിട്ട് മാറിയിട്ടുണ്ട്. നമ്മൾ ജീവിതശൈലിയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളാണ് ഇതിനുള്ള പ്രധാനമായിട്ടുള്ള ഒരു കാരണം പറയുകയാണെങ്കിൽ. ഇനി സ്ത്രീകളിലാണെങ്കിൽ പ്രത്യേകിച്ചും ഈ ഡെലിവറിയുടെ സമയത്തും മറ്റും ഒരുപാട് പ്രഷർ, ഈ നോർമൽ ഡെലിവറിയിലാണ് ഇത് കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത്. നോർമൽ ഡെലിവറിയുടെ സമയത്ത് ഈ പ്രഷർ പുറത്തേക്ക് തള്ളുന്നത് കാരണം, പ്രഷറോട് കൂടി കുട്ടിയെ പുറത്തേക്ക് തള്ളുന്നത് കാരണം ഈ പൈൽസ് വരാനുള്ള സാധ്യത കൂടുതലായിട്ടാണ് പൈൽസിനോടൊപ്പം തന്നെ ഫിഷറും കാണാറുണ്ട്. ഈ രണ്ടാമത്തെ ഒരു കാരണം നോക്കുകയാണെങ്കിൽ ജീവിതശൈലി മാറ്റം എന്ന് പറഞ്ഞല്ലോ, അമിതവണ്ണം വളരെ കോമൺ ആയിട്ട് തന്നെ അമിതവണ്ണം ഉള്ളവരിലും അതുപോലെ തന്നെ പ്രഷർ, ഹൈപ്പർ ടെൻഷൻ ഉള്ളവരിലും ഈ പൈൽസും ഫിഷറും ഒക്കെ കാണാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാരണം പറയുകയാണെങ്കിൽ ഭക്ഷണത്തിൽ നമ്മൾ നാരടങ്ങിയ ഭക്ഷണം കഴിക്കാത്തതാണ് ഏറ്റവും വലിയ ഒരു കാരണം. അത് കാരണം പലപ്പോഴും മലബന്ധം ഉണ്ടാവാനും മലബന്ധം പിന്നീട് പൈൽസും ഫിഷറും ഒക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യാനാണ് സാധ്യത. സ്ത്രീകളിൽ പ്രത്യേകിച്ച് പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന കാരണം നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഈ നോർമൽ ഡെലിവറിയുടെ സമയത്ത് ഉണ്ടാകുന്ന പ്രഷർ. അതുപോലെ തന്നെ അയൺ ഗുളികകൾ ഒരു പരിധി വരെ പലരിലും, ഒരു 50% ആളുകളിലും അയൺ ഗുളികകൾ കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധം ഉണ്ടാക്കാറുണ്ട്. ഈ കോൺസ്റ്റിപ്പേഷൻ കാരണം പലപ്പോഴും സ്ത്രീകൾ ഒരുപാട് സമയം ടോയ്ലറ്റിൽ ചിലവഴിക്കുകയും ഇത് പിന്നീട് പൈൽസും ഫിഷറും ഒക്കെ ആയിട്ടാണ് അത് മാറാറുള്ളത്. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ തന്നെ ഇത് നമുക്ക് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാമെന്ന് നോക്കാം. വീട്ടിൽ തന്നെ നമുക്ക് ഈ പൈൽസിനെ എങ്ങനെ ചികിത്സിക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ ഭക്ഷണത്തിൽ, ഏതൊരാളും ഭക്ഷണത്തിൽ നമ്മൾ നാരുകൾ അടങ്ങിയ ഭക്ഷണം കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. നാരുകൾ അടങ്ങിയ ഭക്ഷണം എന്ന് പറയുമ്പോൾ നമുക്ക് പച്ചക്കറികളും ഫ്രൂട്ട്സും ഇവ ധാരാളമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. ഇവയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളെ നാട്ടിൽ സുലഭമായിട്ടുള്ള ഫ്രൂട്ട്സ് നമ്മൾ ധാരാളമായിട്ട് കഴിക്കാൻ ശ്രമിക്കുക. നമുക്കറിയാം മാമ്പഴം, അതുപോലെ തന്നെ മുന്തിരി,
അതുപോലെയുള്ള ഭക്ഷണങ്ങളൊക്കെ നമ്മൾ ഒരു പരിധി വരെ നമ്മളുടെ മലബന്ധം നിയന്ത്രിക്കാനും മറ്റുമൊക്കെ സഹായിക്കും. പലപ്പോഴും ഈ സ്ത്രീകൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് പറയുകയാണെങ്കിൽ ഫ്രൂട്ട്സൊക്കെ നമ്മൾ ജ്യൂസായിട്ട് കുടിക്കും. ജ്യൂസായിട്ട് കുടിക്കുമ്പോൾ നമ്മളുടെ ആ ഒരു ഫൈബർ കൂടുതൽ അരഞ്ഞു പോവുകയും നമ്മുടെ ആ ഫൈബറിൻ്റെ യഥാർത്ഥ ഒരു ഗുണം നമുക്ക് കിട്ടാതെ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഫ്രൂട്ട്സ് ജ്യൂസ് അടിക്കാതെ അത് ചവച്ചരച്ച് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ യഥാർത്ഥ ഗുണം കിട്ടുക. അതുപോലെ തന്നെ പച്ചക്കറികൾ കൂടുതലായിട്ട് നമ്മൾ ഇലക്കറികൾ ഏറ്റവും നന്നായിട്ട് ആഴ്ചയിൽ 3-4 ദിവസം നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഇവയിൽ നമുക്ക് ക്യാബേജ്, കോളിഫ്ലവർ, ചീര, ബീൻസ്, മുരിങ്ങയില ഇവയൊക്കെ വളരെ നല്ലതാണ്. മുരിങ്ങയില ആണെങ്കിലും മുരിങ്ങക്കായ ആണെങ്കിലും കോൺസ്റ്റിപ്പേഷൻ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് വളരെ നല്ലതാണ്. നമുക്കറിയാം ഇപ്പോൾ നമുക്ക് ഈ പച്ചക്കറികളും മറ്റും കൂടുതലായിട്ട് കഴിച്ചിട്ട് ശീലമില്ലാത്തവരാണ് നമ്മളുടെ കുട്ടികൾ. അപ്പം അങ്ങനെ ശീലമില്ലാത്തവരാണെങ്കിൽ ഒറ്റയടിക്ക് നമ്മളിത് കൂടുതലായിട്ട് കഴിക്കാതെ ചെറിയ ചെറിയ അളവിൽ ഓരോ ദിവസം നമ്മളിത് കഴിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് അത് പിന്നെ ക്രമാതീതമായിട്ട് അളവ് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി മദ്യപാനം പോലെയുള്ള ബീവറേജസ് ഒക്കെ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. അതിനോടൊപ്പം തന്നെ ഈ കോഫി, ചായ ഇവയൊക്കെ 1-2 ഗ്ലാസ് മാക്സിമം, അതിൽ കൂടുതൽ കഴിക്കുന്നവരാണെങ്കിൽ അത് ഇപ്പോൾ തന്നെ നിർത്തുക. നമ്മൾ ഇവർക്ക് എഫക്റ്റീവായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് പറയുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കോമൺ ആയിട്ട് കിട്ടുന്ന നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന തൈര് കടഞ്ഞിട്ട് നമുക്ക് മോരാക്കാം. ഈ മോരിൽ ഒരു സവാള അരിഞ്ഞിട്ടിട്ട് കഴിക്കുകയാണെങ്കിൽ ഇതിൻ്റെ വേദന കുറയ്ക്കാനും കോൺസ്റ്റിപ്പേഷനും ഒരു പരിധി വരെ തടയാനും നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ നമ്മൾ പച്ചക്കറിയും ഫ്രൂട്ട്സും ഒക്കെ നമ്മളൊരു സാലഡ് ആക്കിയിട്ട് കഴിക്കുക. അതിനോടൊപ്പം ഒരു സവാള കൂടി അരിഞ്ഞിട്ട് ഇത് നമ്മൾ ഡെയിലി 2 നേരം കഴിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു മലശോധന കിട്ടാനും മലബന്ധം ഒഴിവാക്കാനും പൈൽസിൻ്റെ വേദന കുറയ്ക്കാനും ഒക്കെ നമ്മളെ സഹായിക്കും. ഇനി ഫിഷറും മറ്റും അനുഭവിക്കുന്ന അതുപോലെ നല്ല വേദന അനുഭവിക്കുന്നവർക്ക് നമുക്ക് ഈ നീറ്റലും പുകച്ചിലൊക്കെ ഒന്ന് കുറയാനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു ടിപ്പ് നോക്കുകയാണെങ്കിൽ ഒരു വട്ടത്തിലുള്ള ഒരു പാത്രം എടുക്കുക. നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെയും മറ്റും വട്ടത്തിലുള്ള പാത്രം നമ്മളെ വീട്ടിലുണ്ടാവും. അതിൽ നമ്മൾ ഒരു അരയുടെ മുകളിൽ വെള്ളം, ഒരു ചെറു ചൂടുവെള്ളം എടുക്കുക. അതിൽ തന്നെ നമ്മൾ കുറച്ച് കല്ലുപ്പ് കൂടി ഇടുക. ഈ കല്ലുപ്പിൻ്റെ അളവെന്ന് പറഞ്ഞാൽ അധികമായിട്ട് കൂടാൻ പാടില്ല. ഒരു കണ്ണീരിൻ്റെ ഉപ്പിന് എത്ര ഉപ്പ് രസം ഉണ്ടോ അത്രമാത്രം അളവിൽ നമ്മൾ ഉപ്പിടാം. എന്നിട്ട് നമ്മൾ ഈ വേദനയുള്ള സമയത്ത് അല്ലെങ്കിൽ പുകച്ചിലുള്ള സമയത്ത് നമ്മൾ ഇതിൽ നമ്മുടെ മലദ്വാരം അതിൽ മുങ്ങി നിൽക്കുന്ന രീതിയിലൊന്ന് ഇറങ്ങിയിരിക്കുകയാണെങ്കിൽ ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ അങ്ങനെ ഇറങ്ങിയിരിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ വേദനയും പുകച്ചിലൊക്കെ ഒരു പരിധി വരെ നിയന്ത്രിക്കാനായിട്ടും അതുപോലെ തന്നെ നമ്മളെ ഈ തടിപ്പൊക്കെ ചുരുങ്ങാനായിട്ടും നമ്മളെ സഹായിക്കും. പിന്നെ ഇതിലുപരിയായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് വെള്ളം നന്നായിട്ട് കുടിക്കുക എന്നുള്ളത്. അത് 2-3 ലിറ്റർ വെള്ളം നമ്മൾ തീർച്ചയായിട്ടും ഇപ്പോൾ നല്ല ചൂടുള്ള സമയത്താണെങ്കിൽ നമ്മൾ അതിലധികം വെള്ളം കുടിക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നിൽക്കാത്ത ഈ ബ്ലീഡിങ്ങോ അതല്ലെങ്കിൽ നല്ല ശക്തമായ വേദന ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത് സ്വയം ചികിത്സിക്കാതെ ഒരു ഡോക്ടറെ കണ്ട് അത് ഏത് സ്റ്റേജ് ആണെന്നും ഏത് പൈൽസ് ആണോ ഫിഷറാണോ ഫിസ്റ്റുലയാണെന്ന് വേർതിരിച്ചറിഞ്ഞ് അതിനനുസരിച്ചുള്ള ഒരു ചികിത്സ എടുക്കുകയാണെങ്കിൽ നമുക്കിത് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും ഇത് സ്വയം ചികിത്സിക്കരുത്. നമുക്ക് ഇതുപോലെയുള്ള കറക്ഷൻസ് നമുക്ക് ഡയറ്റിലൊക്കെ വരുത്താം. അതല്ലാതെ നമ്മൾ ഗൂഗിളും മറ്റും നോക്കിയിട്ട് സ്വയം ചികിത്സ ചെയ്യുകയാണെങ്കിൽ ഇത് കൂടുതലായിട്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കും. അപ്പോൾ ഒരു അമ്മയ്ക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾ ഈ പ്രസവാനന്തരം ഒരിക്കലും ഇത് മറച്ചു വെക്കേണ്ട കാര്യമില്ല. നമുക്ക് നമ്മുടെ കുട്ടിയെ നോക്കാൻ സമയമുണ്ടാകും. കുട്ടിയുടെ കരച്ചിലും കുട്ടിയുമായിട്ട് എൻഗേജ്ഡ് ആകുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ വേദനകൾ മറക്കും. പക്ഷേ ഇത് നമ്മൾ തുടക്കത്തിൽ തന്നെ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് കൂടുതൽ വഷളാവാതിരിക്കാനും നമുക്ക് ബുദ്ധിമുട്ട് കുറയ്ക്കാനും നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മളത് യഥാസമയം ചികിത്സിക്കുക. അതൊരിക്കലും പുറത്ത് പറയാൻ മടിക്കേണ്ട ഒരവസ്ഥയല്ല. നമ്മളൊരു ഡോക്ടറെ കണ്ട് നമ്മളതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ശരിയായൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ കുറയുന്നതാണ്. ഹോമിയോപ്പതിയിൽ നമുക്കിത് വളരെ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാൻ പറ്റാറുണ്ട്. ഇതിന് നമുക്കൊരു സർജറിയോ മറ്റോ ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല. നമ്മൾ ശരിക്കും മരുന്ന് 2-3 മാസം കറക്റ്റായിട്ട് കഴിക്കുകയാണെങ്കിൽ ഇത് പൂർണ്ണമായിട്ടും മാറാറുണ്ട്. ഇനി ഇതിനോടനുബന്ധിച്ച് എന്തെങ്കിലും ഒരു സിംറ്റം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വേദനയോ പുകച്ചിലോ തടിപ്പോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.